3 ജ്യൂസ്. മധുരം കൂട്ടി. സാറ് ജീപ്പെ കെട്ടിക്കൊണ്ടുപോയ ആൾക്കാർ തന്നെയല്ലേ ഇവര്? അതെ. തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്റെ പൊന്ന് സാറേ, ചോദിച്ചാൽ ഞാൻ തിരിച്ചെടുത്തു. ജ്യൂസ് എടുക്കണോ? എന്റെ കൃത്യനിർവഹണം നിന്റെ കൈകളിൽ ഭദ്രമായിരിക്കണം. എന്റെ കൈകളിൽ ഭദ്രമായിരിക്കും. தடையிறது ஆம்புலன்ஸா? பாடியும் கொண்டு போறேன். ആംബുലൻസോ? ஆமா, ബോഡി എവിടെ? பாடி அந்த கேடான லிவரும் கொண்டு போயிட்டே இருக்கு. தடையக்கூடாது சார். നീ ആള് കൊള്ളാമല്ലോടാ. എന്തിനാ ഈ ബോർഡ്? അടിക്കുമ്പോൾ നമ്മൾ ബോഡിയെ പിടിക്കാതിരിക്കാൻ ഈ ബോർഡ് വെച്ചാൽ മതി എന്ന് സർക്കാർ പറയുന്നത്. അടിച്ച് പഴുത്തിരിക്കുക. വിട്ടേര്, ഇല്ലെങ്കിൽ പെൻഷൻ വാങ്ങിക്കാൻ നോക്കത്തില്ല. ബ്രദർ, സ്മോൾ താങ്ക്സ്. ഓക്കേ. എപ്പോഴാ ഇവനെയൊക്കെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവും പറയാൻ ഒക്കത്തില്ല. വിട്ടത് നന്നായി. ആംബുലൻസ്, ആംബുലൻസ്, ഉറവ പോടേ. കടവുളേ. ബൈക്കുകൾ മാറ്റി വെക്കടാ. എന്താ സാറിന്റെ പ്രശ്നം? എത്ര പേരെ കയറ്റേണ്ട വണ്ടിയാണത്? അതൊക്കെ ഓടിക്കുന്ന ആളുടെ മിടുക്ക് പോലെ ഇരിക്കും. സാറ് കേസ് ചാർജ് ചെയ്തോ, ഞാൻ കോടതി കണ്ടോളാം. ഒന്ന് മാറി സാറേ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത്. സാറ് മനസ്സിൽ കാണുമ്പോ ഞാൻ മാനത്ത് കാണും. മിടുക്കൻ. അതാണ് കന്നുകുട്ടൻ. അവനെ കന്നുകൂട്ടുന്ന ആൾക്കാർ വെറുതെ വിളിക്കുന്നതല്ല, തനി കന്നിന്റെ സ്വഭാവ. അതുകൊണ്ടൊരു ശ്രദ്ധ വേണം. അത് പറയാനാണ് ഞാൻ ഈ വഴിക്ക് വന്നത്. ഒക്കെ എത്ര കുളം കണ്ടതാ, കുളം എത്ര കുക്കനെ കണ്ടതാ അല്ലേ ചേ? പിന്നല്ലാതെ. എന്താ സി പി, ആളെയും കൂട്ടി ഇങ്ങോട്ടൊരു പ്രകടനം? അതൊക്കെ പറയാം. ഞാൻ സി പവിത്രൻ, ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പറാ 10 വർഷമായിട്ട്. താൻ കാര്യം എന്താ വെച്ചാ പറയടോ. മല്ലിക വിളിക്കേ. നിന്നെ കാണാൻ വേണ്ടിയാ വന്നത്. എന്താ കാര്യം? നാട്ടു നടപ്പില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഒരു പഞ്ചായത്ത് മെമ്പറായ എനിക്കുണ്ട്. നീ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്ന യവന്മാരൊക്കെ വല്ല തീവ്രവാദികളോ കൊലപാതകളാണോ എന്നൊക്കെ എനിക്ക് ഈ നാട്ടുകാർക്ക് അറിയണം. വേറെ എന്തൊക്കെ തനിക്ക് അറിയണം? ഇവൻ നിന്നെ കെട്ടിയതാണോ അതോ കെട്ടാതെ തന്നെ കൂടെ? പണ്ട് നാട്ടുകാരെയൊക്കെ അറിയിച്ച് ഒരുത്തിനെ ഈ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. അവൻ എവിടെ പോയിന്ന് നീയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ? അവൻ ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നതെന്ന് നീയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോന്ന്? നാട്ടുകാര് ഒരുത്തിനും എന്റെ പഠിക്കാത്ത കയറരുത്. കയറിയാ ആ കാല് ഞാൻ വെട്ടും. ഇറങ്ങി പോടാ. മല്ലി, എന്താ ഇത്? വന്നേ പോരാനാ പറഞ്ഞ. ഇപ്പൊ ഞാനങ്ങ് പോവും. പക്ഷെ അറിയേണ്ടതൊക്കെ അറിയാതെയും ഈ നാട്ടുകാരെ അറിയിക്കാതെ ഞാൻ വിടുമെന്ന് കരുതണ്ട. നടക്കടാ. സി പി സാർ ഒന്ന് നിന്നേ. ഇയാള് സർ സി പി ഒന്നുമല്ലല്ലോ ഉത്തരവ് പുറപ്പെടുവിക്കാൻ. അതോ സദാചാര പോലീസോ? ഈ നിൽക്കുന്നവരല്ല, ഈ നാട് മുഴുവൻ ഇളകി വന്നാലും ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അതിനുള്ള ചങ്കുറപ്പുള്ളത് കൊണ്ടാണ് അവളുടെ കൂടെ വണ്ടിയിൽ കയറി വന്നത്. തിരിച്ചു ചെല്ലുമ്പോൾ നിന്നെ പറഞ്ഞു വിട്ടവനോട് പറഞ്ഞേക്ക്, അവൻ ആണാണെങ്കിൽ കന്നിനെ തൊഴുത്തുമാറ്റി കെട്ടിയ സ്ഥിതിക്ക് അവളോട് മേടിച്ച സ്ത്രീധനം അങ്ങ് തിരിച്ചു കൊടുത്തേക്കാൻ. അല്ലെങ്കിൽ നീ തന്നെ അങ്ങ് വാങ്ങിച്ചു കൊടുക്ക്. ഇല്ലെങ്കിലേ സി പിയുടെ പി പി ഞാൻ ഊരിയെടുക്കും. ഈ പറഞ്ഞത് ന്യായം. ഇത് ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്. പോലീസിന് നമുക്കൊരു പരാതി കൊടുത്താലോ? കൊടുക്കാം. എന്താ സാറേ ഈ വഴിക്കൊക്കെ? നിന്റെയൊക്കെ സ്വഭാവ ഗുണം കൊണ്ട് വന്നല്ലേ പറ്റൂ.
തനിക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അത് നേരിട്ട് പറയാൻ വന്നതാ. എന്താണ് സാർ? ഒരു പരാതി നിന്റെ ഭാര്യയായിരുന്ന മല്ലികയുടെ. നീ താലി കെട്ടി ആ പെണ്ണെ ഉപേക്ഷിക്കുകയും മറ്റൊരു പെണ്ണോടൊപ്പം താമസിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ സ്ത്രീധനമായി വാങ്ങിയ 25 പവൻ അല്ലെങ്കിൽ അതിന് തുല്യമായ 5 ലക്ഷം രൂപയും പണമായി വാങ്ങിയ 2 ലക്ഷം രൂപയും ചേർത്ത് 7 ലക്ഷം രൂപ മടക്കി കൊടുക്കണം എന്നാണ് പരാതി. പരാതി സാറ് കോടതിക്ക് ഫോർവേഡ് ചെയ്യേ. കേസ് ഞങ്ങൾ പറഞ്ഞോളാം. സാറ് ചെല്ലേ. അഭിപ്രായം പറയാം. നീ ആരടാ? മെമ്പറുടെ പണി ചെയ്താൽ മതി, പോലീസിന്റെ പണി നോക്കണ്ട. ആദ്യം ഈ നിൽക്കുന്നവർ തമ്മിലുള്ള ബന്ധം നീ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. കെട്ടിയോൻ ചത്തപ്പോഴേ കൂട്ടുകാരനെ കൂടെ കയറ്റി കെട്ടി ഒരു കൊച്ചിനെ ഉണ്ടാക്കിയെന്നല്ലാതെ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? കൊച്ചിന്റെ അച്ഛൻ ഇവൻ തന്നെയാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഒരു രേഖയുണ്ടോ? പോകാൻ വരട്ടെ. കൊച്ചിന്റെ തന്തയാണെന്ന് പറഞ്ഞ് നാട്ടുകാരെ ചൂണ്ടിക്കാണിക്കാനെങ്കിലും ഇവൻ വേണമെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് സ്റ്റേഷനിൽ കാശുമായിട്ട് എത്തിയിരിക്കണം. ഇല്ലെങ്കിലേ ഇവനെ ഞാനങ്ങ് കൊണ്ടുപോകും. കൂട്ടത്തിൽ നിന്നെ. ഇമ്മോറൽ ട്രാഫിക്, വ്യഭിചാര കുറ്റം. മനസ്സിലായോ? എങ്ങനെയാടാ ഇത്? എങ്ങനെയുണ്ട്? ഞാൻ വെക്കുന്ന ഒരു ഗ്ലാമർ ഇല്ല. എന്നാ നീ തന്നെ വെച്ചോ. എങ്ങനെയുണ്ട്? അയ്യോ കുട്ടിച്ചാത്തൻ. എത്തിയല്ലോ. ഇതാണ് കൃത്യനിഷ്ഠ. ഞാൻ വിചാരിച്ച പോലെ അല്ല നീ. വകതിരി ഉള്ളവനാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. പറഞ്ഞ തുക 7 ലക്ഷം. അങ്ങോട്ട് കൊടുത്തേക്ക്. കുറെ നാൾ എന്റെ കൂടെ കിടന്നതല്ലേ, അതിനുള്ള കൂലി കൊണ്ടുപോയി കൊടുത്തേക്കും. കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണോ? ഇതിൽ കൂടുതൽ മാന്യതൊന്നും മണിക്കില്ല സാറേ. ഈ കളിയിൽ സാറിന്റെ റോൾ എന്താണെന്ന് ഇതുവരെ പിടികിട്ടിയില്ല. കാശാണ് വേണ്ടതെങ്കിൽ പറഞ്ഞാ മതി. ഇറങ്ങി പോടാ വെളിയില്. ഈ ഉളുത്ത കസേരയും വെളി കാണുന്ന വെളുമ്പം വരുത്തനെ കണ്ടിട്ടാണ് തന്റെ പ്രകടനമെങ്കിലും ഓർത്തോ, ഇത് രണ്ടും എന്നും തന്റെ കൂടെ കാണുന്നു. നീ എന്നെ വരട്ടുക. അങ്ങനെയാണ് സാറിന് തോന്നുന്നതെങ്കിൽ മണിയായിട്ട് തിരുത്തുന്നില്ല. വാടാ. കാശ് വന്നതിന്റെ മനപ്രയാസ.